ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു ചിക്കൻ കറി വെച്ചാലോ. ഏകദേശം 1.25 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് ആദ്യം നന്നായിട്ട് കഴുകിയെടുക്കാം. ഞാൻ ചിക്കൻ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വയ്ക്കാം. അതിലേക്കായി ഞാൻ 1 സ്പൂൺ കുരുമുളക് പൊടി, അല്പം ഗരം മസാല, വെളുത്തുള്ളി ചതച്ചെടുത്തത് അല്പം, ഇനി ആവശ്യമുണ്ട് അല്പം ചേർക്കുന്നു. ഇഞ്ചി ചതച്ചത് അല്പം, ഒരു കഷ്ണത്തിൻ്റെ ഏകദേശം പകുതി എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി മുളക് പൊടി 2 ടീസ്പൂൺ, 2 അല്ല 3 എടുത്തിട്ടുണ്ട് ഞാൻ. മല്ലിപ്പൊടി 3 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ. ഇനി നമുക്ക് എല്ലാം കൂടി കൂട്ടി യോജിപ്പിക്കാം. ഞാൻ നന്നായിട്ട് എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അരമണിക്കൂർ നമുക്ക് ടൈമില്ലെങ്കിൽ 5 മിനിറ്റ് ആയാലും മതി. ഈ സമയം ഞാൻ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ കൂടുതൽ തൊലിച്ചെടുക്കാനായിട്ട് മുളക് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത മുളക്, ടൊമാറ്റോ ഇതെല്ലാം റെഡിയാക്കി എടുക്കാം. ഈ സമയം അത്രയും സമയം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഈ സമയം ഞാൻ ചെറിയ ഉള്ളി 1/4 കിലോ ചെറുതായിട്ട് ക്രഷ് ചെയ്തത്, സവാള ചെറിയ 3 സവാള ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തെടുത്തത്, അതുപോലെ ടൊമാറ്റോ, പച്ചമുളക്, ക്യാപ്സിക്കം, ഒരു ചെറിയ ക്യാപ്സിക്കം, മല്ലിയില, പുതിന ഇല, കറിവേപ്പില എല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തുടങ്ങാം. ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണയുടെ ഉപയോഗമൊക്കെ ഞാൻ ഒരുപാട് കുറച്ചിട്ടുണ്ട്, അതുകൊണ്ട് അല്പം വെളിച്ചെണ്ണ ചേർക്കുന്നുള്ളൂ. ഓയിൽ ഏകദേശം ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് 3-4 പച്ചമുളക് ക്രഷ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം. എല്ലാം അങ്ങോട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് സവാള ആഡ് ചെയ്തെടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഏകദേശം പകുതി വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ചെറിയ ഉള്ളി ക്രഷ് ചെയ്തതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ സമയം ഞാൻ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കുന്നു. ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ തക്കാളി കൂടെ ചേർത്ത് വഴറ്റിയ ശേഷമാണ് മാഗ്നേറ്റ് ചെയ്ത ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തത്. അത് പറയാനും കാണിക്കാനും വിട്ടുപോയി. ഇനി നമുക്ക് ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഊറി ഇറങ്ങും. നമുക്ക് അടച്ചു വെച്ച് തീ കുറച്ച് വെച്ച് വേവിക്കാം. എല്ലാ ഞായറാഴ്ചയാണ് അരിയാട്ട ഇടുന്നത്. അരി ഇട്ടിട്ടുണ്ട്. അതുകൂടി നമുക്ക് നമ്മുടെ ചിക്കൻ അതിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നന്നായി വെന്ത് വരട്ടെ. ഈ സമയം ഞാൻ മക്കൾ ബിരിയാണി കൂടെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ബിരിയാണിക്ക് ആവശ്യമായ വെള്ളം, അല്പം ഏലക്കയും ഒരു കഷ്ണം ഏലക്ക, അല്പം പട്ട,
ഇതെല്ലാം കൂടി ചേർത്ത് വെള്ളം തിളയ്ക്കാനായി വെച്ചിട്ടുണ്ട്. 1 കിലോ ജീര റൈസ് നന്നായിട്ട് കുതിർത്ത് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സമയം ഞാൻ അല്പം കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ചിരുന്നത് ആഡ് ചെയ്തു. പിന്നെ മല്ലിയില, പുതിന ഇല, കറിവേപ്പില എല്ലാം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചെടുക്കാം. പിന്നെ ഞാൻ 1/4 ടീസ്പൂൺ മുളക് പൊടിയോട് ചേർക്കുകയാണ്. അല്പം പെരിഞ്ചീരകം വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നത് ചേർക്കുകയാണ്. പെരിഞ്ചീരകമാണ് കൂട്ടുകാരെ. നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്ക് അല്പം നേരം കൂടി വേവിച്ചെടുക്കാം. അടച്ചു വെച്ച് വേവിക്കാം. തീ അപ്പോഴും സിമ്മിലാക്കണം. ഈ സമയം വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഞാൻ അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെന്ത് വരട്ടെ. ഇനി ഞാൻ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിൽ അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ അല്പം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബിരിയാണിക്ക് ആവശ്യമായ സവാള വഴറ്റിയെടുക്കാൻ വേണ്ടിയാണ്. ചൂടായി വരട്ടെ. ഞാൻ ഒരേ അളവിൽ ഒരു സവാള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. മണം സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് മക്കൾ രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. റെഡിയായോ അമ്മേ ചോദിച്ച്. നമ്മുടെ സൺഫ്ലവർ ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്കിത് മൂപ്പിച്ചെടുക്കണം. അതുകൊണ്ട് ഞാൻ എല്ലാം ഒരേ അളവിലാണ് സ്ലൈസ് ചെയ്തെടുത്തിരിക്കുന്നത്. ഏകദേശം അരി വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കല്ലുപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അല്പം സൺഫ്ലവർ ഓയിലോട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരി വെന്ത് കഴിയുമ്പോൾ ചോറുകൾ തമ്മിൽ ഒട്ടില്ല, ഒറ്റയായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഇതിന് ഞാൻ അല്പം പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ടുണ്ട്. പഞ്ചസാര കൂടി ചേർക്കുമ്പോൾ നമുക്ക് നല്ല ക്രിപ്സിയായിട്ട് ഇത് മൊരിഞ്ഞ് കിട്ടുന്നതാണ്. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഇൻഗ്രീഡിയൻസായ പകുതി നാരങ്ങ ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടി ചേർക്കാം. ഇനി നമ്മൾ കൂട്ടി യോജിപ്പിച്ച് എടുക്കുമ്പോൾ ചിക്കൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും എൻ്റെ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. തീർന്നിട്ടില്ല. ഇവിടെ ഏകദേശം ഉള്ളി നന്നായിട്ട് തന്നെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. ഞാൻ ഉള്ളി കോരി മാറ്റിയിട്ടുണ്ട്. നല്ല ക്രിപ്സി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഓയിലിലേക്ക് കശുവണ്ടി പരിപ്പ് ചേർത്ത് കൊടുക്കാം. കാഷ്യൂനട്ട് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉണക്കമുന്തിരി കൂടി ആഡ് ചെയ്യാം. രണ്ടും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ സമയം ഉഴുന്ന് നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഉഴുന്ന് വാരിയിട്ടുണ്ട്. അടുത്ത് ഞാൻ അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓൺ ചെയ്യാം. നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയായിട്ടുണ്ട്. അങ്ങനെ ബിരിയാണിയും ചിക്കനും റെഡിയായിട്ടുണ്ട്. ചിക്കൻ കറി മാത്രം വയ്ക്കാൻ തുടങ്ങിയതാണ് ഇത്ര വേലായത്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത് കൂട്ടുകാരെ. എന്നാലേ ഞാൻ അടുത്തിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ അരികിൽ എത്തുകയുള്ളൂ. അടുത്ത അരി ആടുന്നുണ്ട്. അത് ഓയിൽ